ബിഗ് ബോസ് വാസ് എ ഗെയിം ഷോ. അതിൻ്റെ അകത്ത് നമ്മൾ കാണിക്കുന്ന ഫ്രസ്ട്രേഷനുകൾ അല്ലെങ്കിൽ അതിനകത്ത് കാണിക്കുന്ന റിയാക്ഷൻസ് എല്ലാം ആ ഗെയിം ഷോന്റെ ഭാഗമാണ്. അത്രയും ഫോഴ്സ്ഫുള്ളി നമ്മളെ മാറ്റിയെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു എൻവയൺമെന്റിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിലുള്ള നാച്ചുറലി ഉള്ള ഇൻസ്റ്റിങ്സ് ഒരുപാട് പുറത്തു വരും. ഇനി ഞാൻ പോയി ജാസ്മിനെ എഴുന്നേൽപ്പിക്കാനുള്ള വഴികൾ നോക്കട്ടെ. അതിനുശേഷം റെഡി ആയതിനു ശേഷം വി ഹാവ് ടു ഗോ ആൻഡ് ഹാവ് ഫുഡ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ കമന്റ് സെക്ഷനിൽ ഒരു നാറി വന്നിട്ട് കമന്റ് ചെയ്തു, നീ മറ്റേ അബോർഷൻ ചെയ്തവല്ലേ, നീ ആ പെണ്ണിനെ ഒഴിവാക്കിയതല്ലേ എന്നുള്ളൊരു കമന്റ് ഇട്ടു. അപ്പൊ ഞാൻ പട്ടിവര ഡിലീറ്റ് ചെയ്തു. രണ്ടാമത് വീണ്ടും വന്നിട്ടിട്ടു, നിന്റെ അപ്പനും നീയും കൂടി ആ പെണ്ണിനെ പൈസ കൊടുത്ത് ഒതുക്കിയില്ലടാ, നീ അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒതുക്കിയില്ലടാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ആ കമന്റ് ഡിലീറ്റ് ചെയ്തു. വീണ്ടും അതേ അക്കൗണ്ടിൽ നിന്നും, നീ എന്റെ കമന്റ് ഡിലീറ്റ് ചെയ്യൂലടാ, നീ ഒളിപ്പിക്കാൻ ശ്രമിക്കുവല്ലടാ, നീ ആ പെണ്ണിനെ എത്രയോ എന്തോ എന്നൊക്കെ പറഞ്ഞു, അണ്ടർ ഏജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ എന്താ പറയാ അണ്ടർ ഏജ് സെക്ഷൽ വയലൻസ്, അബോർഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് കമന്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അവന്റെ ഫ്രസ്ട്രേഷൻ, അവന്റെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ മുഴുവൻ അവൻ തീർത്തുകൊണ്ടിരിക്കുക. പതുക്കെ ഞാൻ പോയി എന്റെ സ്റ്റോറിയിൽ ഒരു സ്റ്റോറി ഇട്ടു. ഞാൻ ഈ പറയുന്ന കമന്റ് മാത്രം ഇങ്ങനെ എടുത്തിട്ടിട്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു സ്റ്റോറി ഇട്ടു, ഇത്രയും നേരം നീ കുറച്ചത് ഞാൻ ക്ഷമിച്ചു, ഇനി നീ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ പണിയും, നല്ല രീതിക്ക് പണിയും, ഞാൻ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെയൊക്കെ വായ അടയും എന്നുള്ളത് ഞാൻ കമന്റ് ചെയ്ത് 2 മിനിറ്റിൽ അവന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അടക്കം അവൻ പെർമനന്റ്ലി ഡിലീറ്റ് ചെയ്ത് പോയി. ഇനി വൃത്തികേടുകൾ, പരിധി വിട്ടിട്ടുള്ള ലൈൻ ക്രോസ് ചെയ്തിട്ടുള്ള വൃത്തികേടുകൾ ഇട്ടാൽ അത് ഞാൻ കൃത്യമായിട്ട് അതിനെതിരെ ലീഗലായിട്ടുള്ള ആക്ഷൻ എടുക്കും. പക്ഷെ തെറി പോലെയല്ല വൃത്തികെട്ട കമന്റുകൾ ഇടുന്നത്. അബോർഷൻ, പീഡനം, പീഡോഫൈൽ, ഇങ്ങനത്തെ വാക്കുകളൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകൾ, അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കരുത്. പോടാ പത്തിയ 2 വയസ്സായ പിള്ളേർ ഇതിനേക്കാൾ നന്നായിട്ട് മലയാളം ടൈപ്പ് ചെയ്യും. ബിഗ് ബോസിന്റെ അകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ എനിക്കെതിരെ ഒരു ഇത് വന്ന് എന്താ പറയാ, ഒരു മിനിറ്റ്, ബ്രില്യൻ പ്ലേ വിത്ത് ജാസ്മിൻ ടു മേക്ക് ഫോളോവേഴ്സ്. ഫോളോ ചെയ്യരുത്, ഈ ലൈവ് കാണുന്ന ആരും എന്നെ ഫോളോ ചെയ്യരുത്, ജാസ്മിനെയും ഫോളോ ചെയ്യരുത് പ്ലീസ്. ഓക്കെ, ഞാൻ പറഞ്ഞ ഇത് കണ്ടോ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഫ്രസ്ട്രേറ്റഡ് ആൾക്കാർ ഇവിടെ ഉണ്ട്. കുറച്ച് കുഴപ്പമില്ല കേട്ടോ മക്കളെ, കുറയ്ക്കും, നന്നായിട്ട് കുറയ്ക്കും. ഓക്കെ, ഐ എം നോട്ട് ട്രൈങ് ടു എക്സ്പ്ലെയിൻ മൈസെൽഫ്. ഞാൻ ഇവിടെ തരാൻ ആഗ്രഹിക്കുന്ന ഒരു ഇമേജ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ മാറില്ല. ഓക്കെ, അതായത് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന അല്ലെങ്കിൽ ബുള്ളി ചെയ്യുന്ന, വൃത്തികേടുകൾ എഴുതി വിടുന്ന ഈ കോമന്റ് സെക്ഷനിലുള്ള ആളുകൾ മാറില്ല. നെഗറ്റീവിന് റിപ്ലൈ കൊടുക്കാനല്ല ഞാൻ ഇവിടെ ഉള്ളത്. നെഗറ്റീവ് കമന്റ്സ് എഴുതുന്ന അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വിട്ട് വൃത്തികേടുകൾ എഴുതി വിടുന്ന ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ഇനി തൊട്ട് ഞാൻ എടുക്കും എന്നുള്ളൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു കാര്യം പുറത്തേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ കമന്റ് സെക്ഷനിൽ ഇന്ന് രാവിലെ കണ്ട കുറച്ച് കോമന്റ്സ് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസനോവയാണ് ഞാൻ, നമ്മുടെ കാസനോവ ലാലേട്ടൻ്റെ ഒരു സിനിമയാണ്. കാസനോവയാണ് ഞാൻ. അതായത് എനിക്ക് പല സിറ്റികളിലും പല സ്ഥലങ്ങളിലും ഒരുപാട് പെൺകുട്ടികളായിട്ട് ബന്ധമുണ്ട്. പക്ഷെ അവരൊന്നും ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അവന്മാരോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയൊക്കെ നീ എൻ്റെ കമന്റ് സെക്ഷനിൽ കിടന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കണ്ടുപിടിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള വഴികൾ എനിക്കറിയാം. ഞാൻ ഓൾറെഡി സൈബർ സെല്ലിൽ 2 പ്രാവശ്യം പോയി കേസ് ഫയൽ ചെയ്യാൻ പോയ ആളാണ്. അതിനുശേഷം പിന്നെ അവസാന നിമിഷം അതിന്റെ പിന്നിലുള്ള വള്ളി പിടിച്ച് നടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനായിട്ട് വേണ്ടെന്ന് വെച്ചതാ. പക്ഷെ മോനെ, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് മൈൻഡ് ആക്കുന്നില്ല. ജാസ്റ്റ് ഞാൻ ഇപ്പോൾ വരാം. ഒരു 10 മണി 11:36 ഐ വിൽ ബി ദെയർ ഇൻ. നീ താഴത്തേക്ക് പോകുമോ? ഐ വിൽ ബി ദെയർ ബൈ 11:40. ഓക്കെ, പാവം ജാസു എത്ര